പ്രിയമുള്ള പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായ രണ്ട് വിഷയങ്ങളാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. ഒന്ന്, VS അച്യുതാനന്ദൻ SNDP യോഗത്തിലെ മൈക്രോ ഫിനാൻസിലെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നു. ഈ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തി ഏതാണ്ട് 8 വർഷത്തിന് ശേഷം ആ കേസ് ആ വിജിലൻസ് കോടതി തള്ളിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതിനകത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും VSന്റെ അഡ്വക്കേറ്റ് വിജിലൻസ് കോടതിയിൽ കേസ് നൽകുകയും ഇപ്പോൾ ആ വിജിലൻസ് കോടതി ഈ കേസ് പുനരന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 15,85,00,000 രൂപ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും 5% താഴെ പലിശയ്ക്ക് നോൺ ട്രേഡിംഗ് കമ്പനിയായ SNDP യോഗത്തിന് നൽകുകയാണ് ഉണ്ടായത്. SNDP യോഗം നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ആ 5% താഴെ നൽകിയ തുക ഒരിക്കലും ഒരു നോൺ ട്രേഡിംഗ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയ പലിശയ്ക്ക് ഇത് അതിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുവാനോ ബിസിനസ് നടത്തുവാനോ പാടില്ലാത്തതാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അതിലെ അംഗങ്ങളെ വഞ്ചിച്ചുകൊണ്ട് 12%, 15%, 18% ഇങ്ങനെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് പലിശ ഈടാക്കിക്കൊണ്ട് ഇത് വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ കൂടിയ പലിശയ്ക്ക് വിതരണം ചെയ്തു എന്ന് മാത്രമല്ല, ഇത് ശരിയായ ഉപഭോക്താക്കൾക്കാണോ ലഭിച്ചത് എന്നുള്ള യാതൊരുവിധ അന്വേഷണവും നേരത്തെ വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ നടത്തിയിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത് ഇത് അന്വേഷണത്തിന് കൊടുത്തപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിയിട്ടുള്ള പരാതി അതാണ്. ഇത് യഥാർത്ഥ ഉപഭോക്താക്കൾക്കാണോ ലഭിച്ചിട്ടുള്ളത് അതോ വ്യാജമായിട്ടുള്ള ഉപഭോക്താക്കളെ സൃഷ്ടിച്ച് വ്യാജ പേരുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഈ പണം അവർ തന്നെ എടുത്തുപയോഗിക്കുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഈ പണം തിരിച്ചടച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ സത്യം. ഈ പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് SNDP യോഗം ഓഫീസ് ഇന്ന് ജപ്തി ചെയ്തിരിക്കുകയാണ്. അങ്ങനെയും കൂടെ ഒരു സവിശേഷത ഇതിനുണ്ട്. ആ ജപ്തി ആയി കിടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പുനരന്വേഷണം വന്നിരിക്കുന്നത്. ഈ പുനരന്വേഷണത്തിൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, പിന്നെ പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ പഴയ MD ദിലീപ് കുമാർ, ഇവരെല്ലാം ഇപ്പോൾ പ്രതികളാണ്.
വേറൊരു പ്രതി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ മൈക്രോ ഫിനാൻസിൻ്റെ എല്ലാ പാപഭാരവും വെള്ളാപ്പള്ളി നടേശൻ്റെ തലയിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ കെ മഹേശൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പോയ മനോവ്യതയിലൂടെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. ആ കേസാണ് പ്രധാനമായും ഈ മൈക്രോ ഫിനാൻസിൻ്റെ കേസായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു പ്രതി കെ മഹേശനുമായിരുന്നു. ആ കെ മഹേശൻ ആത്മഹത്യ ചെയ്തു, അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും 15.85 കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ തുച്ഛമായ പലിശയ്ക്ക് മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നോമിനികളെ തന്നെ വ്യാജ പേരുകൾ ഉണ്ടാക്കി ഈ പൈസ അപഹരിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ ഇന്ന് വരെ പിന്നോക്ക വികസന കോർപ്പറേഷനിലേക്ക് തിരിച്ചടച്ചിട്ടില്ല. അതുകൊണ്ട് SNDP യോഗത്തിൻ്റെ ഓഫീസ് ജപ്തി ചെയ്യപ്പെട്ടിരിക്കുക. ഇത് ശ്രീനാരായണ സമൂഹത്തെ വളർത്തുന്നതിനോ തളർത്തുന്നതിനോ ആണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ശ്രീനാരായണീയരായ പിന്നോക്കക്കാരെ കൈപിടിച്ചുയർത്തുന്നതിന് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയ ഈ തുക പോലും സ്വന്തം കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി എടുത്തുപയോഗിച്ചതിൻ്റെ കണക്കാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസത്തിനകത്ത് വെച്ച് ഇതിൻ്റെ പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഒന്ന് മാത്രമാണ് പറയുവാനുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥാപിതമായ സമയപരിധി കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷത്തോളമാകാൻ പോകും. ഈ പീരീഡിൽ അദ്ദേഹം അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. SNDP യോഗത്തിൽ നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ച്. ഇത് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൻ്റെ കാര്യമാണ് ഈ മൈക്രോ ഫിനാൻസ് VS അച്യുതാനന്ദൻ കൊടുത്ത കേസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ SNDP യോഗത്തിൻ്റെ മുഴുവൻ സ്വത്തുവകകളും ഇത്തരത്തിൽ അടിച്ച് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാനോ ഇതിനെതിരെ നടപടിയെടുക്കുവാനോ ഇവിടുത്തെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ IG ഓഫ് രജിസ്ട്രേഷൻ. ഇവർക്ക് DIN നമ്പർ ഇല്ല എന്നുള്ള കേസ് നമ്മുടെ ആരാധ്യനായ സാനുമാഷ് ഒരു കേസ് കൊടുത്തു. ഇവർക്ക് DIN നമ്പർ ഇല്ല, ഇവർ അയോഗ്യരാണ്, അപ്പോൾ ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുകയുണ്ടായി. പക്ഷേ ഈ കേസിന്മേൽ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് IG ഓഫ് രജിസ്ട്രാർ തീരുമാനിച്ച് ഇവർ ഡിസ്ക്വാളിഫൈഡ് ആണെന്നും IG ഓഫ് രജിസ്ട്രാർ ആണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടതെന്നും അങ്ങനെ തീരുമാനമെടുക്കുവാനായി കൊടുത്ത കേസ് ഇപ്പോൾ വീണ്ടും വ്യക്തമായ ഉത്തരവല്ലാത്ത ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാരണം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓർഡർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായ കാര്യകാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഇവിടെ വ്യക്തമായ റീസൺ കാണിക്കാതെ ഇവർ 2 വർഷത്തെ കണക്ക് പരിശോധിച്ചു, അതിൽ നിന്നും ഇവർ അയോഗ്യരല്ല എന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 3 വർഷം ഏത് കമ്പനിയും റിട്ടേൺ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ആ കമ്പനിയിലെ ഡയറക്ടർമാരെല്ലാം അയോഗ്യരാവും
എന്നുള്ള കമ്പനി നിയമം നിലനിൽക്കെ 3 വർഷത്തെ റിട്ടേൺ പരിശോധിക്കാതെ 2 വർഷം പരിശോധിച്ച് ഗവൺമെൻറ് ഒരു ഓർഡർ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. ആ ഓർഡറിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ഉഡായിപ്പ് പരിപാടികളിലൂടെ ഈ സ്ഥാനത്ത് ഇങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതിനെയെല്ലാം ചോദ്യം ചെയ്ത് വിജയം ഉണ്ടാകുന്നത് വരെയും വെള്ളാപ്പള്ളി നടേശൻ ഈ കസേരയിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും ഞങ്ങൾ ഈ നിയമപരമായും ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കും. എന്തായാലും ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം 3 മാസത്തിനകത്ത് വെച്ച് ഇതിൻ്റെ റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കപ്പെടുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ധാർമ്മികമായ അതിൻ്റെ ഉത്തരവാദിത്വം ഈ മൈക്രോ ഫിനാൻസിൽ നടന്നിരിക്കുന്ന തിരിമറിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇനിയെങ്കിലും ഈ കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാതെ ഇതിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ അവർക്ക് എതിരായിട്ട് നമ്മുടെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയുണ്ടായി. അത് ഒരിക്കലും ശ്രീനാരായണ സമൂഹത്തിന് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാരോപണമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗുരുദേവ ഭക്തൻ കൂടിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ അവർ. അദ്ദേഹത്തിന് പ്രത്യേക കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം ഗുരു നിർദ്ദേശിച്ചതുപോലെ ഈ സമൂഹത്തിൽ കഴിയുന്നത്ര ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു മെഡിക്കൽ കോളേജ് അടക്കം കേരളത്തിൽ SNDP യോഗം പോലും ഒരു മെഡിക്കൽ കോളേജ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ കോളേജ് അടക്കമുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇട്ടുകൊണ്ട്, നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ലാഭത്തിൽ പ്രവർത്തിക്കുന്നില്ല. എല്ലാത്തിനും കയ്യിൽ നിന്ന് കാശ് മുടക്കിയെങ്കിൽ മാത്രമേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നല്ല നിലയിൽ കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇട്ടുകൊണ്ട് ഈ സമൂഹത്തിലെ നിരവധി കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുവാൻ ഉള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ ഈ മെഡിക്കൽ കോളേജിൽ 100 കണക്കിന്, എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്, 100 കണക്കിന് സാധാരണക്കാരെ ഫ്രീ ആയി താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ചികിത്സകളും ഭക്ഷണവും കൊടുക്കുന്ന വ്യക്തിയാണ്. അതേപോലെ വ്യാവസായികമായി ഗുരു നമ്മളോട് നിർദ്ദേശിച്ചത് തന്നെ, നിങ്ങൾ വ്യാവസായികമായി പുരോഗതി പ്രാപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാനും അതുവഴി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ കൈപിടിച്ചുയർത്തുവാനും കഴിയുകയുള്ളൂ എന്ന് ഗുരു നിർദ്ദേശിച്ചതുപോലെ തന്നെ ഈ ശ്രീനാരായണ സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ ഗോകുലം ഗോപാലൻ. ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് എനിക്കറിയാവുന്നതാണ്. ഒരു വ്യക്തിയെക്കുറിച്ചും മോശം പറയുകയോ അത്തരത്തിൽ രാഷ്ട്രീയപരമായ യാതൊരു അഭിപ്രായങ്ങളും പറയാത്ത വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തമായിട്ടൊരു രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നുമില്ല.
അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരും എങ്ങനെ മത്സരിച്ചാലും പുള്ളി അതിനകത്ത് ഇടപെടുന്ന ഒരു വ്യക്തിത്വമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് നന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തേജോവധം ചെയ്തത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാം. അത് ഇവിടെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ അച്ചാരം മേടിച്ചുകൊണ്ട് ശ്രീ ഗോകുലം ഗോപാലൻ അവരുടെ താറടിച്ചു കാണിക്കുക എന്നുള്ള വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ അവസരം അദ്ദേഹം മുതലെടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ത്യയുടെ തന്നെ ഭരണസാരഥ്യം വഹിക്കുന്ന NDA പോലുള്ള ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രന് ഒട്ടും യോജിച്ചതായില്ല. അതിൽ ഞങ്ങൾ ഈ സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ശ്രീനാരായണ സമൂഹം ഇതിനെ അപലപിക്കുന്നതായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്ന് ശോഭാ സുരേന്ദ്രനിൽ നിന്നും നമുക്ക് വളരെ സ്നേഹമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, നല്ല വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ശോഭാ സുരേന്ദ്രനിൽ നിന്നും ഇത്തരം ഒരു സമീപനം ഉണ്ടായത് ഒരിക്കലും ശരിയായില്ല. അവർ എന്താണോ ഉദ്ദേശിച്ചതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഈ വിഷയം വന്നപ്പോൾ ശോഭാ സുരേന്ദ്രനെ വിളിച്ച് നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണകളാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞതെല്ലാം തെറ്റിദ്ധാരണ മാത്രമാണ്, ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ലാത്തതാണ്. ശ്രീമാൻ ഗോകുലം ഗോപാലിന് യാതൊരുവിധ രാഷ്ട്രീയ പശ്ചാത്തലവുമില്ല, ഒരു രാഷ്ട്രീയക്കാരോടും എതിർപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ഈ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ശോഭനമായിരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം അന്ന് അറിയിച്ചതാണ്. എന്നിട്ട് വീണ്ടും ഗോകുലം ഗോപാലിനെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു. അതെന്ത് തന്നെ ആയാലും BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഇടപെട്ട് തുടർന്ന് ഇനി അത് ഉണ്ടാവാതിരിക്കുവാൻ ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.